ഹലോ പ്ലസ് വൺ സ്റ്റുഡൻസ്. അപ്പോൾ മക്കളെ, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. ഇതുവരെ ഉഴപ്പിയതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇനിയും നമുക്കുള്ള സമയം നമുക്ക് മാക്സിമം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇനി ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെ പഠിക്കുമെന്ന് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ പ്ലസ് വൺ ട്രിപ്പിളായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കായിട്ട് നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അല്ലേ, ഒരു ചാപ്റ്റർ നമ്മളൊരു 10-20 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള 1st and 2nd ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണാത്ത കുഞ്ഞുങ്ങൾ അതുകൂടെ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏതാ, നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ഒരു സാധനമാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഇന്ത്യൻ എക്കോണമി ആഫ്റ്റർ ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് കണ്ടു. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി 1950 to 1990 കണ്ടു. ഇനി 1990ക്ക് ശേഷം ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലേ, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം നമ്മളൊരു മിക്സഡ് ഇക്കോണമിക് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മളൊരു മിക്സഡ് ഇക്കോണമിക് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. യെസ്, നമ്മൾ കണ്ടു. ഒരുപാട് 5 year പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. നല്ല സെറ്റപ്പായിട്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്സഡ് ഇക്കോണമിക് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. നമ്മൾ നോക്കി, സിൻസ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫോളോഡ് മിക്സഡ് ഇക്കോണമിക് സിസ്റ്റം. പുതിയ വെറൈറ്റി ഓഫ് ലോസും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. മിക്സഡ് ഇക്കോണമി എങ്ങനെ നമ്മളെടുത്ത് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം, ഗുഡ് ആസ്പെക്ട്സ് മാത്രം കോർത്തിണക്കിയാണ് നമ്മൾ മിക്സഡ് ഇക്കോണമിക് സിസ്റ്റം ഫോളോ ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 1990 നമ്മുടെ കൺട്രിയിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൺട്രി എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഇൻ സേവിങ്സ്. ആളുകൾ ഭയങ്കരമായിട്ട് സേവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നു. ഓരോ ഇൻഡസ്ട്രിയിലും പല പല വെറൈറ്റീസ് ഓഫ് ഗുഡ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതേപോലെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ നോക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കര ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് കൂടി എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഏബിൾ ടു അച്ചീവ് ഗ്രോത്ത് ഇൻ സേവിങ്സിൽ ഗ്രോത്ത് ഉണ്ടായി. അതേപോലെ നോക്കിയേ, ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ വിച്ച് പ്രൊഡ്യൂസസ് എ വെറൈറ്റി ഓഫ് ഗുഡ്സ്. പല ഇൻഡസ്ട്രീസും വന്നു, പല വെറൈറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് നോക്കിയേ, സസ്റ്റെയിൻഡ് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് വിച്ച് ഹാസ് എൻഷുർഡ് ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ടോപ്പ് നോച്ച് ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ടൊക്കെ പോവാം. പക്ഷേ 1991 ആയപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു നമ്മുടെ ഇന്ത്യയിൽ. 1991 എന്ത് സംഭവിച്ചു, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. എങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ചിലവ് ചെയ്യുന്നതിലും കുറവായിരുന്നു. ഓക്കെ, നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിരുന്നു കൂടുതൽ. നമ്മൾ ചിലവ് ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് കൂടുതൽ. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഒരു ശമ്പളം എന്ന് പറയുന്നത് 20,000 രൂപയാണ്. പക്ഷെ നിങ്ങൾ 25,000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ 5,000 എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ആണ് അല്ലേ. നമുക്ക് കിട്ടുന്ന വരുമാനത്തിലും കൂടുതലാണ് നമ്മൾ ചിലവഴിക്കുന്നത്. അങ്ങനെ എവിടെ സംഭവിച്ചു, നമ്മുടെ ഇന്ത്യയിലും സംഭവിച്ചു. അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നേരിട്ടു. അങ്ങനെ നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ നമ്മൾ കടം മേടിക്കും അല്ലേ. നമ്മൾ ഒരു 5,000 രൂപ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് കടം ചോദിക്കും അല്ലേ. അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരെന്താ ഇത് ഫോറിൻ കൺട്രീസിനോടും അതേപോലെ ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും ഒക്കെ കടം മേടിച്ചു. ഈ കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാനാവാണ്ടായി. അങ്ങനെ എന്ത് സംഭവിച്ചു, നിരന്തര കടക്കണിയിലായി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്. അതായത് നമ്മൾ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ, പെട്രോളിയം പോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഡോളേഴ്സിലാണ് പേ ചെയ്യുന്നത്. അമേരിക്കൻ ഡോളേഴ്സ്, US ഡോളേഴ്സിലാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ ആ ഡോളേഴ്സൊക്കെ നമുക്ക് ജസ്റ്റ് 2 വീക്സിന് വേണ്ടി മാത്രമുള്ളതായി. ഇതായിരുന്നു നമ്മുടെ ഇന്ത്യ 1991 നേരിട്ട മെയിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ 1991 India met with an economic crisis relating to its external debt. The government was not able to make repayments on its borrowing from അബ്രോഡ്. പല രാജ്യങ്ങളിലായി നിന്നും നമ്മൾ കടം മേടിച്ചത് തിരിച്ചടയ്ക്കാനാവാണ്ടായി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ഒരു ഫോർട്ട്നൈറ്റിന് പോലും ഉള്ളതില്ലായിരുന്നു. അതായത് 2 വീക്സിന് പോലും ഉള്ളത് ഇന്ത്യയുടെ കൈവശം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പെട്രോളിയം പോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അഥവാ നമ്മൾ എന്ത് വേണം, ഡോളേഴ്സ്, US ഡോളേഴ്സ് നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. ഈ US ഡോളേഴ്സ് ഒക്കെ നമുക്ക് വെറും 2 ആഴ്ചത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ കണ്ടത്. കാരണം നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിരുന്നു കൂടുതൽ അല്ലേ. നമ്മുടെ ഇന്ത്യക്ക് 1,000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ ആണേ. പക്ഷെ നമ്മൾ 1,500 രൂപ സ്പെൻഡ് ചെയ്തു. ഈ 500 എന്ന് പറയുന്നത് ഈ 500 എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടമാണ്. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും. അങ്ങനെ കടം മേടിച്ച് തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിലായി ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ എക്സ്പെൻഡിച്ചർ ഇസ് മോർ ദാൻ ഇൻകം, the government borrows to finance the deficit from banks and also from people within the country and from
ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കിത് തിരിച്ചടയ്ക്കാൻ പൈസ വേണ്ടേ? ഇപ്പോൾ നോക്കി, ഇവിടെ നമുക്കൊരു 500 രൂപയാണെന്ന് വിചാരിക്കുക, അന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, ഇതടയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? പല ബാങ്കുകളുടെ അടുത്ത് പോകും, പല ഫോറിൻ കൺട്രീസിൻ്റെ നിന്ന് പോലും, പല ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നിന്നൊക്കെ കടം മേടിക്കും അല്ലേ? പക്ഷെ എന്താ, ഈ കടം നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. നോക്കി, വെൻ വി ഇമ്പോർട്ട് goods like petroleum, we pay in dollars which we earn from our exports. നമ്മൾ കയറ്റുമതി ചെയ്ത് അയക്കും. നമ്മൾ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെ എന്താ, നമ്മൾ കയറ്റുമതി ചെയ്ത് സാധനങ്ങൾ അയക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്താ, നമ്മൾ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഡോളേഴ്സ് തന്നെ. ഈ ഡോളേഴ്സ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുന്നത്. ഈ റിസർവ്സ് എന്താ, ഒരു 2 ആഴ്ചത്തേക്ക് മാത്രമുള്ളത് ആയി ചുരുങ്ങി എന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ അല്ലേ? അങ്ങനെ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ എന്താണ്, ഇന്നെഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, ഇന്ത്യയുടെ ഇന്നെഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് കാരണമാണ് ഈ പ്രശ്നം പ്രധാനമായിട്ടും വന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കും, നമ്മുടെ ഗവൺമെൻറ്റിന് ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ? 2 രീതിയിലാണ് ഗവൺമെൻറ്റിന് ഫണ്ടും കാര്യങ്ങളും കിട്ടുന്നത്. ഒന്ന് ടാക്സിൽ നിന്നും, ഒന്ന് നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റ് അണ്ടർടേക്കിങ്സിൽ നിന്നും, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നിന്നുമാണ് നമ്മുടെ എന്ത് കിട്ടുന്നത്, ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത്. പക്ഷേ എന്താ, ഈ ടാക്സ് കിട്ടുന്ന ഒന്നും പോരായിരുന്നു. നമ്മുടെ ഈ കടക്കണി, ഈ എക്സ്റ്റേണൽ ഡെറ്റ് നമുക്ക് അടച്ചു തീർക്കാനായിട്ട്. അതേപോലെ എന്താ, നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നിന്ന് നമുക്ക് വലിയ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് വെറും തുച്ഛമായിട്ടുള്ള കാര്യങ്ങളെ കിട്ടുന്നുള്ളൂ എന്നാണ് നമുക്ക് പറഞ്ഞത്. ഓക്കെ, ദ ഗവൺമെൻറ് വാസ് നോട്ട് ഏബിൾ ടു ജനറേറ്റ് സഫീഷ്യൻ്റ്ലി ഫ്രം ഇന്റേണൽ സോഴ്സസ് സച്ച് ആസ് ടാക്സേഷനിൽ നിന്നൊന്നും കിട്ടുന്നില്ല, നികുതിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. The income from public sector undertakings was also not very high to meet the growing expenditure. ഈ എക്സ്പെൻസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. ആളുകളുടെ എണ്ണം, ഭയങ്കര പോപ്പുലേഷൻ നമ്മുടെ രാജ്യത്ത്, നല്ല പോവേർട്ടി ഉണ്ട്, അതേപോലെ നല്ല അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഇതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ നമ്മുടെ വരുമാനത്തിനും കൂടുതൽ നമ്മൾ ചിലവാക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി എന്താ, ഇതൊന്നും മീറ്റ് ചെയ്യാനുള്ള കാശ് നമ്മുടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ആരുടെ നിന്ന് ബോറോ ചെയ്തു? പല കൺട്രീസിൻ്റെ കയ്യിൽ നിന്നും, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കടം മേടിച്ചു. പക്ഷേ ഈ കടം മേടിച്ചത് പോലും എന്താ, നമ്മുടെ എന്താ ആ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ആ എക്സ്പെൻഡിച്ചർ ഇൻകം നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റിയില്ല. പകരം എന്താ, നമ്മുടെ കൺസംഷൻ നീഡ്സ്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ നമുക്കിത് ചിലവഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ കടം തീർക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്താ സംഭവിച്ചത്? അങ്ങനെ വന്നപ്പോൾ എന്താ, നമ്മുടെ ഇന്ത്യക്ക് ആരും കടം കൊടുക്കാണ്ടായി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1991 ഭയങ്കര കടക്കണിയിലായി നമ്മുടെ എന്താ, ആ ക്ലോത്ത്സിൻ്റെയും അതേപോലെ നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ ഉപ്പ്, കർപ്പൂരം, ഇങ്ങനെ കുറച്ച് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ എന്താ, ഇമ്പോർട്ട്സ് ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിരുന്നു. ഓക്കെ, നമ്മൾ കയറ്റുമതി ചെയ്ത് അയക്കുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്, മേടിക്കുന്നത് ഭയങ്കര കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ എന്താണ്, നമ്മൾ കടം മേടിച്ചവർക്ക് ഇൻട്രസ്റ്റ്, പലിശ പോലും കൊടുക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ 2 ആഴ്ചത്തേക്കുള്ള ഫോറിൻ റിസർവ്സേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എന്താ, നമുക്കറിയാം, നമ്മൾ കടം മേടിച്ചത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും കടം മേടിച്ചു, അയാളെ തിരിച്ചു തന്നില്ല, അപ്പം നമുക്ക് അടുത്ത തവണ അയാൾക്ക് കടം കൊടുക്കാൻ ഭയങ്കര മടിയാവത്തില്ലേ? അതുപോലെ തന്നെയായിരുന്നു ആരുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. ആരും കടം കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു. പൈസ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് തരത്തില്ല എന്നുള്ള സിറ്റുവേഷനായി. അങ്ങനെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലെത്തി. അപ്പം നമ്മുടെ രക്ഷകനായിട്ട് ആര് വന്നു? നമ്മുടെ വേൾഡ് ബാങ്കും അതേപോലെ IMFും വന്നു. രക്ഷകനായിട്ട് ഇവർ രണ്ടും വന്നു. വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് IBRD എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെത്ര കൊടുത്തു? $7 ബില്യൺ ഇന്ത്യക്ക് കൊടുത്തു ഈ കടക്കെണിയൊക്കെ തീർക്കാൻ വേണ്ടി. ഇത്രയും മതിയായിരുന്നു, നമുക്ക് $7 ബില്യൺ മതിയായിരുന്നു. ഓക്കെ, പക്ഷേ എന്താ, ഇവർ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചു. ഈ പൈസ ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞു. നോക്കിയേ, ഇന്ത്യ അപ്രോച്ച് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അഥവാ നമ്മൾ എന്ത് പറയും, വേൾഡ് ബാങ്ക് എന്ന് അതിന് പറയുന്നത്, IBRD എന്ന്. ഓക്കെ, ആൻഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് റിസീവ് $7 ബില്യൺ ലോൺ ആസ് ടു മാനേജ് ദ ക്രൈസിസ്. ഓക്കെ, ഈ ലോൺ അവൈൽ ചെയ്യാൻ എന്താ, ഇന്ത്യ കുറച്ച് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം. അതായത് എന്താ, നമ്മൾ പറഞ്ഞു എന്താണ്, ഈ പണ്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞു, പ്രൈവറ്റ് സെക്ടേഴ്സിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയണം. ഇന്ത്യ എന്ന എക്കോണമീനെ അങ്ങ് ഓപ്പൺ അപ്പ് ചെയ്യണം, ലിബറലൈസ് ചെയ്യണം. ഗവൺമെൻറ് വെച്ചേക്കുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ എല്ലാം എടുത്ത് ദൂരത്തേക്ക് കളയണമെന്ന് പറഞ്ഞു. അതേപോലെ ഗവൺമെൻറ്റിന് പ്രൈവറ്റ് സെക്ടേഴ്സിന് കീഴിൽ കുറച്ച് കടന്നുകയറ്റം ഉണ്ടായിരുന്നു, അതങ്ങ് നിർത്തണമെന്ന് പറഞ്ഞു. അതേപോലെ ട്രേഡ് റെസ്ട്രിക്ഷൻസ്, നമ്മുടെ ക്വാട്ടാസും താരിഫ്സും ഒക്കെ കൊണ്ടുവന്നു, അതൊക്കെ തൂക്കിയെടുത്ത് കളയണമെന്നും പറഞ്ഞു. നോക്കിയേ,
liberalize and open up the economy by removing restrictions on the private sector, reduce the role of the government in many areas, remove trade restrictions between India and other countries. ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ആര് വെച്ചു? നമ്മുടെ IMFും IBRDയും ഒക്കെ കൂടി വേൾഡ് ബാങ്ക് ഒക്കെ കൂടി വെച്ചു. എന്തിനു വേണ്ടി? ഇന്ത്യക്ക് ലോൺ അവൈൽ ചെയ്യണമെങ്കിൽ ഈ 3 കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇന്ത്യ എന്ത് ചെയ്തു? ഇത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നാണ് എന്ത്? നമ്മുടെ NEP 1991 അഥവാ നമ്മൾ പറയും ന്യൂ എക്കണോമിക് പോളിസി 1991. ഇതിന് കീഴിലാണ് ആര് വരുന്നത്? നമ്മുടെ LPG വരുന്നത്. ഓക്കെ, അങ്ങനെ ന്യൂ എക്കണോമിക് പോളിസീസിൽ നമുക്ക് 2 മെഷേഴ്സ് ആണുള്ളത്. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും ഉണ്ട്, അതേപോലെ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സും ഉണ്ട്. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെഷേഴ്സ് ആണ്, ആൻഡ് സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആണ്. ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ഇൻഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവും. അതായത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കൂടുതലും നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യങ്ങൾ മേടിക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവും. ഇതാണ് BOP അഥവാ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിലൊരു ബാലൻസ് കൊണ്ടുവരിക. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിലൊക്കെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗുഡ്സിൻ്റെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി, അതൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രക്ചർ തന്നെ അങ്ങ് മാറ്റുക. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് എന്ത്? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. 8 മാർക്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മക്കളെ ഈ 3 ആയിരിക്കും ചോദിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? ലിബറലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ? നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മുടെ ഗവൺമെന്റ് എന്താ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അല്ലെ? പ്രൈവറ്റ് സെക്ടറിന്റെ മേലാണെങ്കിലും എന്താ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ റെസ്ട്രിക്ഷൻ ഒക്കെ അങ്ങ് എടുത്ത് കളയുക, ഇതാണ് എന്തെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഇക്കോണമി അങ്ങ് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക, ഇതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിബറലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പുട്ട് ആൻ എൻഡ് ടു ദി റെസ്ട്രിക്ഷൻ ആൻഡ് ഓപ്പൺ വേരിയസ് സെക്ടേഴ്സ് ടു ദി എക്കോണമി. It is a process or means of the elimination of control of the state over economic activities. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഇനി തുടങ്ങണമെങ്കിൽ, ഒരു പുതിയ ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ ഇനി ലൈസൻസും കാര്യങ്ങളും ഒന്നും പറ്റത്തില്ല. ഗവൺമെന്റിന്റെ എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്ത് മാറ്റുക. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ലിബറലൈസേഷൻ വന്നതോടെ പല സെക്ടേഴ്സിനും എന്താ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ടാക്സിലായിക്കോട്ടെ, അങ്ങനെ എല്ലാ സെക്ടേഴ്സിലും എന്താ ഒരുപാട് മാറ്റം വന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എന്താ? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ LPG പോളിസി വരുന്നതിന് മുമ്പേ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? ലൈസൻസിങ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ, ഒരു ഇൻഡസ്ട്രി പൂട്ടണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഡസ്ട്രി പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണമായിരുന്നു? ലൈസൻസ് വേണമായിരുന്നു. അതേപോലെ എന്താ പല പ്രൈവറ്റ് സെക്ടേഴ്സിനും എന്താ നമ്മുടെ ഇൻഡസ്ട്രീസിൽ അലൗഡ് അല്ലായിരുന്നു. അതേപോലെ എന്താ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് എന്താണ് അവർക്ക് വേണ്ടി മാത്രം കുറച്ച് ഗുഡ്സ് റിസർവ് ചെയ്തിരുന്നു. അതായത് അവർക്ക് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു സംഭവം എന്ത്? പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് എന്താ ചെയ്തത്? ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് നൈസായിട്ട് എടുത്ത് മാറ്റി. അതാണ് സംഭവം എന്ന് പറയുന്നത്. ലൈസൻസിങ് നമ്മൾ മെയിനായിട്ട് മാറ്റി, മിക്ക പ്രൊഡക്ട്സും നമ്മൾ മാറ്റി. പക്ഷെ ചില പ്രൊഡക്ട്സിന് മാത്രം എന്താ ഗവൺമെന്റിന് നിന്ന് ലൈസൻസ് മേടിച്ചാലേ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചു. കാരണം അത് കുറച്ച് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ടാണ്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കി, ആൽക്കഹോൾ, അതേപോലെ സിഗരറ്റ്സ്, അതേപോലെ നമ്മുടെ ഹസാഡസ് കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊക്കെ, അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ്, എയറോസ്പേസ്, പിന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലൈസൻസ് മേടിച്ചേ മതിയാവത്തുള്ളൂ നമ്മൾ വെച്ചു. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചു. കാരണം നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാമല്ലോ. എന്ന് നമ്മൾ പറഞ്ഞു എന്താ പല പ്രൈവറ്റ് ഫേംസിനും എന്താ ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള സംഭവം ഇല്ലായിരുന്നു അല്ലേ? നോക്കിയാൽ പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് അലൗഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. പക്ഷേ എന്താ പയ്യെ എന്താ ചെയ്തത്? ഗവൺമെൻറ് അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കാൻ തുടങ്ങി. പക്ഷേ 2 കാര്യങ്ങൾ ഗവൺമെൻറ് വിട്ടുകൊടുത്തില്ല. ഒന്നാണ് അറ്റോമിക് എനർജി ജനറേഷനും അതേപോലെ കോർ ആക്ടിവിറ്റീസ് ഇൻ റെയിൽവേ ട്രാൻസ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ തന്നെ വെച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു എന്താ നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിരുന്നു എന്താ ചില ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നൈസായിട്ട് അങ്ങ് എടുത്ത് മാറ്റി. പണ്ടെന്താ ടൂത്ത് പേസ്റ്റും ക്ലോക്കും വാച്ചും ഒക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ നമ്മുടെ SSIസിന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതൊക്കെ നൈസായിട്ട് അങ്ങ് എടുത്ത് മാറ്റി എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നോക്കിയേ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്താ അബോളിഷ് ചെയ്തു. പക്ഷേ എന്താ ചില പ്രൊഡക്ട്സിന് വെച്ചു. ആൽക്കഹോൾ, സിഗരറ്റ്, ഹസാഡസ് കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, ഇലക്ട്രോണിക്, എയറോസ്പേസ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് മാത്രം വെച്ചു. ആൻഡ് നമ്മുടെ എന്താ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള 2 ഇൻഡസ്ട്രീസ് മാത്രമേ ഉള്ളൂ. അതാണ് അറ്റോമിക് എനർജി ജനറേഷനും റെയിൽവേ ട്രാൻസ്പോർട്ടും. സം കോർ ആക്ടിവിറ്റീസും റെയിൽവേ ട്രാൻസ്പോർട്ടും. ബാക്കിയൊക്കെ എന്താ പ്രൈവറ്റ് സെക്ടേഴ്സിനും അതിൽ ഇടപെടായിരുന്നു. എന്ന് നോക്കിയേ
പലതും നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് വെച്ച് റിസർവ് ചെയ്തേക്കുന്നതൊക്കെ നമ്മൾ റിസർവ് ചെയ്തു. ആൻഡ് എന്താ നമ്മൾ പ്രൈസ് ഫിക്സേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. ഗവൺമെൻറ് പറയുന്ന പ്രൈസായി നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ മാർക്കറ്റിന് വിട്ടുകൊടുത്തു. മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നുള്ള സംഭവമായി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായത്. ഇനി നമ്മൾ നോക്കുന്നതാണ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ബാങ്ക് ഉണ്ടാവും, അതേപോലെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഉണ്ടാവും, സ്റ്റോക്സ് ഉണ്ടാവും, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടർ നോക്കുന്നത് നമ്മുടെ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഈ ലിബറലൈസേഷൻ കൊണ്ടുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ RBI ആയിരുന്നു മൊത്തം എല്ലാത്തിൻ്റെ അധീനത. അതായത് ഫുൾ കാര്യം നമ്മളൊരു ജസ്റ്റ് ഇങ്ങനെ RBIയുടെ ഒരു പപ്പറ്റായിരുന്നു ബാക്കി ഫിനാൻഷ്യൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ RBIനെ ആ ഒരു റെഗുലേറ്ററിൽ നിന്ന് ഫെസിലിറ്റേറ്റർ ആക്കുക. അതായത് നമ്മുടെ ഈ ബാങ്കുകൾക്കും നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊരു പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു ഫെസിലിറ്റേറ്റർ മാത്രം ആക്കുക ആരെ, RBI. അതായത് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നേരത്തെ ഒരു ബാങ്ക് തുടങ്ങണമെങ്കിൽ, ഒരു പുതിയ ബ്രാഞ്ച് ബാങ്കിന് തുടങ്ങണമെങ്കിലൊക്കെ RBIയുടെ സമ്മതം വേണമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ബാങ്കിൽ എത്ര രൂപ നമുക്ക് വെക്കാം, എത്ര ഇൻട്രസ്റ്റിൽ ബാങ്കിൽ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ RBI ആയിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റും ലെൻഡിങ് റേറ്റ്സും ഒക്കെ RBI ആയിരുന്നു ഫിക്സ് ചെയ്തോണ്ട്. അതൊക്കെ മാറ്റി, അതൊക്കെ നൈസായിട്ട് അങ്ങ് എടുത്ത് മാറ്റി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ RBIനെ നമ്മളൊരു വെറും ഫെസിലിറ്റേറ്റർ ആക്കുക, റെഗുലേറ്റർ എന്ന ഫെസിലിറ്റേറ്റർ ആക്കി മാറ്റുക എന്നായിരുന്നു ലക്ഷ്യം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നോടെ, ലിബറലൈസേഷൻ വന്നോടെ നമ്മുടെ ഇന്ത്യയിലേക്ക് പല പ്രൈവറ്റ് ബാങ്കുകളും വരാൻ തുടങ്ങി. ഇന്ത്യയിലായിക്കോട്ടെ ഫോറിൻ ബാങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്, നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരു ബാങ്കിൽ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എത്രയായിട്ട് കൂടി, 74% ആയിട്ട് കൂടി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്കിപ്പോൾ ഒരു ബാങ്കിന് ഒരു ബ്രാഞ്ച് പുതിയത് വേണം. അത് പുതിയത് വേണമെങ്കിൽ നമ്മൾ പണ്ട് RBIയുടെ കയ്യും കാലമൊക്കെ പിടിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ RBI കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ബാങ്ക് ആണെങ്കിൽ നമുക്ക് RBIൻ്റെ അനുവാദം ഇല്ലാണ്ട് ആ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നായി. നോക്കി, ദ റീഫോം പോളിസീസ് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇന്ത്യൻ ആസ് വെൽ ആസ് ഫോറിൻ. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വന്നു, ഫോറിനിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും നമ്മുടെ ഇന്ത്യയിൽ വന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് കൂടി, എത്രയായിട്ട് കൂടി, 74% ആയിട്ട് കൂടി. ആൻഡ് നമുക്ക് നോക്കിയേ, ദോസ് ബാങ്ക് ഹു ഫുൾഫിൽ സർട്ടൻ കണ്ടീഷൻസ് ഹാവ് ബീൻ ഗിവൺ ദ freedom to set up new branches without the approval of RBI. യെസ്, വെരി ഗുഡ്. ആൻഡ് നമ്മൾ ഇനി അടുത്ത നോക്കുന്നതാണ് ടാക്സ് റീഫോംസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ടാക്സ് റീഫോംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ടാക്സ് ആണുള്ളത്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് അതേപോലെ സർവീസസിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ പേ ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മുടെ ഇൻകത്തിൽ നിന്നല്ല എടുക്കുന്നത്, അല്ലാണ്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1991 തൊട്ട് നമ്മൾ കാണുന്നത്, നമ്മുടെ ടാക്സ് റേറ്റിൽ ഭയങ്കര കുറവ് നമുക്ക് കാണാൻ സാധിക്കും, ഭയങ്കരമായിട്ട് കുറയുന്ന കാണാൻ സാധിച്ചു. ഇതെന്തിനു വേണ്ടിയാ? ടാക്സ് ഇവേഷൻ. അതായത് ടാക്സ് റേറ്റ് കൂടുതലായതുകൊണ്ട് ആളുകൾ ഒറിജിനൽ ഇൻകം ഹൈഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ടാക്സ് റേറ്റ് ഇത്രയും അടയ്ക്കണ്ടല്ലോ, ഗവൺമെൻറ് ഇത്രയും കൊടുക്കണ്ടല്ലോ എന്ന് ഇപ്പോൾ 20,000 രൂപ ശമ്പളമുള്ള ആൾ 10,000 രൂപയുള്ളെന്ന് കാണിക്കാൻ നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ടാക്സ് റേറ്റ് കുറച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചു. ഈ കോർപ്പറേഷൻ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആണ് കോർപ്പറേഷൻ ടാക്സ്. ഇതൊക്കെ കുറയ്ക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2017 ജൂലൈയിൽ പുതിയൊരു ടാക്സ് നമ്മുടെ ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST എന്ന് നമ്മൾ പറയും. 1 നേഷൻ 1 ടാക്സ് ആൻഡ് 1 മാർക്കറ്റ് ആണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മുടെ GST എന്ന് പറയുന്നത്. ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മുടെ GST എന്ന് പറയുന്നത്. നോക്കിയേ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സിംപ്ലിഫൈഡ് ആൻഡ് യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് വന്നത്? ജൂലൈ 2017 കൊണ്ടുവന്നത്. നമ്മുടെ ഗവൺമെൻറ് ഒരു അഡീഷണൽ റവന്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു GST കൊണ്ടുവന്നത്. ആൻഡ് നമുക്ക് എന്തും കുറയ്ക്കാം, ടാക്സ് ഇവേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ കണ്ടു, ആൻഡ് നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ കണ്ടു, ടാക്സ് റിഫോംസ് കണ്ടു. അടുത്താണ് നമ്മൾ നോക്കുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. ഫോറിൻ എക്സ്ചേഞ്ചിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു എന്ന് പറഞ്ഞു, അല്ലേ? നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കൂടുതലും നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യങ്ങൾ മേടിക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവാന്ന് പറഞ്ഞു. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൈസിസ് മാറ്റാൻ വേണ്ടി നമ്മൾ റുപ്പി ഡീവാല്യൂ ചെയ്തു എഗൈൻസ്റ്റ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിക്കെതിരെയായിട്ട് നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഡീവാല്യൂ ചെയ്തു. അങ്ങനെ ഡീവാല്യൂ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ $1 കൊടുത്താൽ $1 100 രൂപയായിരുന്നു.
പക്ഷേ ഇപ്പോൾ $1 കൊടുത്താൽ 200 രൂപയായി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പം അമേരിക്കക്കാർ നോക്കുമ്പോൾ $1 എനിക്ക് 200 രൂപയുടെ സാധനം മേടിക്കാം, അങ്ങനെയെങ്കിൽ നേരത്തെ മേടിച്ചാലും കുറച്ച് കൂടുതൽ മേടിക്കാം എന്ന് ഓർക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ എക്സ്പോർട്ട് നല്ല രീതിക്ക് കൂടും. അതാണ് മെയിൻ ലക്ഷ്യം. നോക്കിയേ, ഇൻ 1991 an immediate measure to resolve the balance of payment crisis, the rupee was devalued against foreign currencies. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഭയങ്കരമായിട്ട് കൂടി, നമ്മുടെ എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി. എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങോട്ട് ഫോറിൻ കറൻസീസിൻ്റെ ഇൻഫ്ലോ ആയിരിക്കും അല്ലേ? യെസ്, അതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത നമ്മൾ നോക്കുന്നതാണ് എന്താ? ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ലിബറലൈസേഷൻ വന്നതോടെ എന്താ? ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ് കൂടി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും പുതിയ ടെക്നോളജീസും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. യെസ്, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താ? നമ്മൾ താരിഫ്സും കോട്ടാസും ഒക്കെ കൊണ്ടുവന്നിരുന്നു അല്ലേ? ഈ താരിഫ്സും കോട്ടാസും ഒക്കെ അങ്ങ് എടുത്ത് മാറ്റാൻ തുടങ്ങി. ഇമ്പോർട്ട് ലൈസൻസിങ്ങും കാര്യങ്ങളും നമ്മൾ എന്താ, ചില പ്രൊഡക്ട്സ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്താ ലൈസൻസ് വേണമായിരുന്നു, അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. ഇത് നമ്മൾ നോക്കിയേ, ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്സ്. ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻ എന്താ? യെസ്, നമ്മുടെ കോട്ടാസ് ആണല്ലേ, കോട്ടാസ് എടുത്ത് മാറ്റി, താരിഫ് റേറ്റ്സ് കുറച്ചു, ലൈസൻസിങ് പ്രൊഡക്ട്സ് അല്ലേ, നമ്മുടെ ഇമ്പോർട്ട് ലൈസൻസിങ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. പക്ഷേ എന്താ, ചില പ്രൊഡക്ട്സിൽ മാത്രം നമ്മൾ ഇമ്പോർട്ട് ലൈസൻസിങ് അപ്പോഴും വെച്ചു. നമ്മുടെ ഈ ഹസാർഡസ് കെമിക്കൽസും അല്ലെങ്കിൽ എന്താ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ ലൈസൻസിങ് വെച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ എന്താ, എക്സ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ എടുത്ത് മാറ്റി. ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത്. നോക്കി, ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് but except in case of hazardous and environment sensitive industries. And quantity restriction നമ്മൾ മാറ്റി എന്തില്? കൺസ്യൂമർ ഗുഡ്സിലും അഗ്രികൾച്ചർ പ്രൊഡക്ട്സിലും. ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടീസും നമ്മൾ മാറ്റി എന്നാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അതേ നോക്കി, ഇതിലൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടു. ഇൻഡസ്ട്രിയൽ സെക്ടർ കണ്ടു, പിന്നെ നമ്മുടെ ടാക്സ് റീഫോംസും കാര്യങ്ങളും കണ്ടു, ഫിനാൻഷ്യൽ സെക്ടർ കണ്ടു, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ് കണ്ടു, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റീഫോംസും കാര്യങ്ങളും കണ്ടു. ഇങ്ങനെ മെയിനായിട്ട് ഇവിടെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ലിബറലൈസേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നതാണ് എന്ത്? പ്രൈവറ്റൈസേഷൻ. പേര് കേൾക്കുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ ആദ്യം ക്രൈസിസ് പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ഈ പബ്ലിക് സെക്ടേഴ്സിൻ്റെ അതിന് വിചാരിക്കുന്ന പോലെ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഈ പബ്ലിക് സെക്ടേഴ്സ് ആർക്ക് വിറ്റു? പ്രൈവറ്റുകാർക്ക് വിറ്റു. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ബിസിനസ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ, അല്ലെങ്കിൽ എന്താ, ഷെഡിങ് ഓഫ് ദി ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് എ ഗവൺമെന്റ് ഓൺ എന്റർപ്രൈസ് ടു പ്രൈവറ്റ് എന്റർപ്രൈസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പബ്ലിക് സെക്ടേഴ്സിൻ്റെ ഷെയർസ് ഒക്കെ പ്രൈവറ്റ് സെക്ടേഴ്സിന് വിൽക്കുമല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന്. നിങ്ങളോട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ABCD ഒരു മീനിങ് തന്നിട്ട് ABCD ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. നോക്കിയേ, പ്രൈവറ്റൈസേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദി ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ടു പബ്ലിക് ഈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്തു. പക്ഷേ എന്താ, ഗവൺമെൻറ്റിന് കുറച്ച് അസറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതെന്താ ഗവൺമെൻറ് ചെയ്തത്? അത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ തന്നെ വെച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് മഹാരത്ന, നവരത്ന ആൻഡ് മിനി രത്നാസ് എന്ന് അതിനെ നമ്മുടെ ഗവൺമെൻറ് വിളിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്നും പറയുന്നത്. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്ന് നമ്മൾ പറയും. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ വേൾഡ് എക്കോണമീനെ നമ്മുടെ കൺട്രി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒന്നിപ്പിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡിനെ എല്ലാം എന്താണ്? ഒന്നാക്കുക, യുണൈറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നോക്കി എന്താണ് സംഭവം നോക്കി, ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇക്കോണമി ഓഫ് ദി കൺട്രി വിത്ത് ദ വേൾഡ് എക്കോണമി, അല്ലെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ടേണിംഗ് ദ വേൾഡ് ഇൻ ടു വൺ ഹോൾ ഓർ ക്രിയേറ്റിംഗ് എ ബോർഡർലെസ് വേൾഡ്. ഇതാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള എന്തെന്ന് പറയുന്നത്? മീനിങ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബലൈസേഷൻ്റെ മെയിൻ ഒരു ഔട്ട്കം ആണ് എന്തെന്ന് പറയുന്നത്? ഔട്ട് സോഴ്സിങ് എന്ന് പറയുന്നത്. ഔട്ട് സോഴ്സിങ് ഒന്നുമില്ല, സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, വികസിത രാജ്യങ്ങൾ, അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആളുകൾക്ക് എന്താ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മുടെ ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ നമ്മുടെ EY, KPMG, ഡെലോയിറ്റ് ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ എന്താ മൾട്ടിനാഷണൽ കമ്പനീസാണ് അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ്, അവിടെയുള്ള ആളുകൾക്ക് നല്ല എക്സ്പീരിയൻസും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ എന്താ, അവർക്ക് ചീപ്പ് ലേബർ കൊടുത്താൽ മതി. അമേരിക്കയിൽ ചിലപ്പോൾ 1000 രൂപ കൊടുക്കേണ്ട ആൾക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വെറും 200 രൂപ കൊടുത്താൽ മതിയായിരിക്കും. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഔട്ട് സോഴ്സിങ്.
This is one of the important outcome of globalization process. എന്താണ്? A company hires regular service from external sources, mostly from other countries which was previously provided internally or from within the country. അപ്പോൾ നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. 8 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് വന്നിരിക്കും. എന്താണെങ്കിലും അതിൽ ലിബറലൈസേഷൻ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ, അതേപോലെ നമ്മുടെ ടാക്സ് റീഫോംസ്, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, അതേപോലെ നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റീഫോംസ്, അതിൽ വന്ന മാറ്റങ്ങളൊക്കെ ആയിട്ട് മാത്രമായിട്ട് നിങ്ങളോട് 8 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് മൊത്തം നമ്മുടെ എക്കണോമിക് റീഫോംസ് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാനും ഇക്കണോമിക് പോളിസീസ് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു പോർഷൻ പഠിച്ചിട്ട് പോവുക. ആൻഡ് മൂവിങ് ടു നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ GATT എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ സക്സസറാണ് നമ്മുടെ WTO എന്ന് പറഞ്ഞത്, ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അതാണ് നമ്മുടെ GATT എന്ന് പറയുന്നത്. അതിൻ്റെ സക്സസറാണ് നമ്മുടെ WTO എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, WTO എപ്പോഴാണ്? 1995 സക്സസർ ഓർഗനൈസേഷൻ ടു ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അപ്പോൾ നമ്മൾ WTO എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് GATT എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 1948, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം കഴിഞ്ഞപ്പോൾ ഫോം ചെയ്തതാണ് നമ്മുടെ GATT എന്ന് പറയുന്നത്. ഏകദേശം എത്ര കൺട്രീസ് ഉണ്ടായിരുന്നു? 23 കൺട്രീസ് ഉണ്ടായിരുന്നു നമ്മുടെ GATTന്. ഓക്കെ, ആൻഡ് എന്താണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ആ പേരിൽ തന്നെയാണ് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ട്രേഡിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. ട്രേഡിൽ ഇക്വാലിറ്റി കൊണ്ടുവരിക, അതിൽ ഒരു ഇതും പറ്റില്ല, പശ്ചാത്തലവും പറ്റില്ല എന്ന രീതിക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ GATT എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സിലാണ്. എന്താണ് മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സ്? മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 1-2 രാജ്യങ്ങൾ തമ്മിലുള്ള അഗ്രിമെൻറ്റ്സ് അല്ലായിരിക്കും, 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, നമ്മൾ എത്ര വേണം കൺട്രീസാണ്, ആ കൺട്രീസ് തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻറ്റ്സ്, അതിൽ നമ്മൾ എന്താ ട്രേഡിൽ ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നാണ് നമ്മുടെ GATTൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, 1948 എസ്റ്റാബ്ലിഷ് ചെയ്തു. 23 കൺട്രീസ് ഉണ്ടായിരുന്നു. എന്താണ് മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സ്, എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക എന്നാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ GATT എന്ന്. അപ്പോൾ WTO എന്ന് പറയുന്നത് എന്തായിരിക്കും? WTO എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താ WTO ഉണ്ട്, നമുക്ക് മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താ നമ്മുടെ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്സ്, ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ്സും ഉണ്ട്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള അഗ്രിമെൻറ്റ്സ്, ട്രേഡ് അഗ്രിമെൻറ്റ്സും ഉണ്ടാവും. അതേപോലെ എന്താ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള അഗ്രിമെൻറ്റ്സും ഉണ്ടാവും. മൾട്ടിലാറ്ററലും ഉണ്ട് നമ്മുടെ WTOയിൽ, അതേപോലെ എന്താണ് ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ 2 അഗ്രിമെൻറ്റ്സ് എവിടെയുണ്ട്? നമ്മുടെ WTO. 1995 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത്. ആരുടെ സക്സസർ ആയിരുന്നു? നമ്മുടെ GATTൻ്റെ സക്സസറാണ് നമ്മുടെ എന്താരെന്ന് പറയുന്നത്? നമ്മുടെ WTO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ WTO കൊണ്ട് എന്താണ്? WTOയുടെ കുറച്ച് എന്താ പറയുക ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് WTO ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കിയേ, എസ്റ്റാബ്ലിഷ് എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റെജിംസ് ഇൻ വിച്ച് നേഷൻസ് കനോട്ട് പ്ലേസ് ആർബിട്രറി റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ്. അതായത് എന്താ WTO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് മെയിൻ ഒബ്ജക്റ്റീവാണ് നമ്മുടെ WTOൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ഒരു രാജ്യത്തിനായിട്ട് തന്നെ ആ രാജ്യത്ത് നമുക്ക് ഇന്ന താരിഫ് റേറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇന്ന കോട്ട റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളും വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എന്താ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായിട്ടുള്ള കാര്യങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ WTO ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഈക്വൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, അതൊരു ഒബ്ജക്റ്റീവായിട്ട് എഴുതാം. അതേപോലെ എന്താ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സ് ആൻഡ് ടു പ്രൊട്ടക്ട് എൻവയൺമെൻറ്റ്. നമ്മുടെ റിസോഴ്സ്, നമ്മുടെ വിഭവങ്ങളൊക്കെ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യുക, അതേപോലെ നമ്മുടെ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. അതേപോലെ നോക്കിയേ, നമ്മളെന്താ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സും ഉണ്ട്, അതേപോലെ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സും കൊണ്ടുവരുന്നുണ്ട്. നമ്മളെന്താണ് ചെയ്തത്? താരിഫ് റിമൂവ് ചെയ്തു. അതേപോലെ നോൺ താരിഫ് ബാരിയേഴ്സ് ആയിട്ട് നമ്മൾ കോട്ടാസും കാര്യങ്ങളൊക്കെ ആര് റിമൂവ് ചെയ്തു? നമ്മുടെ WTO റിമൂവ് ചെയ്തെന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എന്താ എഴുതാം? പ്രൊവൈഡ് ഈക്വൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ നേഷൻസ്. ഇത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കുന്നതാണ്. 2 എണ്ണം നിങ്ങൾ കുറഞ്ഞത് പഠിച്ച് വെച്ചിട്ട് പോവുക, ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ LPG വന്നതോടെ നമ്മൾ എല്ലാം പറയുന്ന കേൾക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് പ്രകാരം നമ്മുടെ WTOയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ താരിഫ് റേറ്റ് കുറച്ചു, നമ്മുടെ റെസ്ട്രിക്ഷൻസും താരിഫ് റേറ്റിലുള്ള നമ്മുടെ കോട്ടാസിലുള്ള റെസ്ട്രിക്ഷൻസ് കുറച്ചു, ഇമ്പോർട്ട് ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റി. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ നമ്മുടെ WTOൻ്റെ മെമ്പറാണ്. പക്ഷേ ഈ ഡെവലപ്ഡ് കൺട്രീസിന് കിട്ടുന്ന പോലത്തെ ആനുകൂല്യങ്ങൾ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ, ഡെവലപ്പിംഗ് കൺട്രീസിന് കിട്ടണില്ല എന്നാണ് പറയുന്നത്. അതെന്താ നമ്മൾ നോക്കിയേ, യൂസ്ഫുൾനെസ് ഓഫ് ഇന്ത്യ ബീങ് എ മെമ്പർ ഓഫ് WTO. വലിയ യൂസ്ഫുൾനെസ് ഉണ്ടോ? നമുക്ക് നോക്കാം. എന്താണ്? നമുക്കറിയാം, ഈ മിക്ക
മിക്ക ട്രേഡും നടക്കുന്നത് എന്താ, എവിടെയാണ്? ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമാണ് നടക്കുന്നത് അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഡെവലപ്ഡ് കൺട്രീസിലേക്ക് മിക്ക ട്രേഡും കാര്യങ്ങളും നടക്കുന്നത്. നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഭയങ്കര കുറവുമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താ, നമ്മുടെ ഈ ഡെവലപ്ഡ് കൺട്രീസ് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങളൊക്കെ വന്ന് എന്താ ബിസിനസ് ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി പോയി ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ആരും തന്നിട്ടില്ല, നമ്മുടെ WTO തന്നിട്ടില്ല. ഓക്കെ, എ മേജർ വോളിയം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എപ്പോഴും ഒക്കർ ചെയ്യുന്ന എവിടെയാണ്? ഡെവലപ്ഡ് നേഷൻസിലാണ്, വികസിത രാജ്യങ്ങളിൽ മാത്രമാണ്. ഓക്കെ, ആൻഡ് വൈൽ ഡെവലപ്ഡ് കൺട്രീസ് ഫയൽ കംപ്ലയിൻസ് ഓവർ അഗ്രികൾച്ചർ സബ്സിഡീസ് ഗിവൺ ഇൻ ദെയർ കൺട്രീസ്. അതായത് നമ്മുടെ WTO കുറേ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ എന്താ, എല്ലാവർക്കും ഈക്വൽ സബ്സിഡീസും കാര്യങ്ങളും അഗ്രികൾച്ചർ സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്താ, അതിനെ പരാതി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ്. പക്ഷേ എന്താ, നമ്മുടെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ കൺട്രീസിൻ്റെ അവസ്ഥ എന്താ? ഡെവലപ്പിംഗ് കൺട്രീസ് ഫീൽ ചീറ്റഡ് ആസ് ദർ ഫോഴ്സ് ടു ഓപ്പൺ ദെയർ മാർക്കറ്റ്സ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ് ബട്ട് ആർ നോട്ട് അലൗഡ് ടു ആക്സസ് ദി മാർക്കറ്റ്സ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. അല്ലേ, നമ്മളെന്താ USA പോലത്തെ രാജ്യങ്ങൾക്ക് നമ്മുടെ കൺട്രി തുറന്നു കൊടുക്കണം, പക്ഷേ അവർ നമുക്കായിട്ട് വല്ലതും തുറന്നു തരുമോ? ഒന്നും തരത്തില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് നോക്കിയിട്ട് മിസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, നമ്മുടെ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് മിസ് ഉടനെ വരുന്നതായിരിക്കും. ബൈ.